കാക്കനാട്ടെ കൂട്ടാത്മഹത്യ. GST കമ്മീഷണറുടെ കുടുംബം മരിക്കാൻ കാരണം സഹോദരിക്ക് ജോലി നഷ്ടമായ മനോവിഷമം. കാക്കനാട് GST കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും മരണത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന്. സഹോദരിയുടെ ജോലി നഷ്ടമായതിന്റെ മനോവിഷമമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അടുക്കളയിൽ രേഖകൾ കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും ഡയറി കുറിപ്പുകളും കണ്ടെത്തി. സഹോദരിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട രേഖകളാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ജാർഖണ്ഡ് സ്റ്റേറ്റ് സർവീസിൽ ജോലി ലഭിച്ച സഹോദരിക്ക് ജോലി നഷ്ടമായതിന്റെ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഡയറി കുറിപ്പുകൾ പോലീസിന് ലഭിച്ചെന്നാണ് സൂചന. മനീഷിന്റെ അമ്മയാണ് ആദ്യം മരിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതിനുശേഷമാകാം മനീഷും സഹോദരിയും തൂങ്ങി മരിച്ചത്. അമ്മയുടെ മരണം എങ്ങനെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തെളിയുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. മനീഷിന്റെ സഹോദരി ശാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ 1ാം റാങ്കുകാരിയായിരുന്നു. 2006-2007 കാലത്ത് നടന്ന പരീക്ഷയിൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ശാലിനിക്ക് ഡെപ്യൂട്ടി കളക്ടറായി ജോലി ലഭിച്ചിരുന്നു. എന്നാൽ പരീക്ഷയിൽ വ്യാപകമായി ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഉയർന്നതോടെ ജോലി നഷ്ടമാവുകയായിരുന്നു. കേസിൽ ശാലിനിയെ CBI കോടതി വിളിപ്പിച്ചിരുന്നുവെന്നും 15-നാണ് ഹാജരാകേണ്ടിയിരുന്നതെന്നും വിവരമുണ്ട്. സമൻസ് കിട്ടിയിരുന്നുവെന്ന് മനീഷ് വിജയുടെ സഹപ്രവർത്തകൻ മൊഴി നൽകിയിട്ടുണ്ട്. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ സഹോദരി വിദേശത്തു നിന്നും എത്തിയ ശേഷം നടക്കും. കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ മനീഷ് വിജയ്, സഹോദരി ശാലിനി, മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനീഷും ശാലിനിയും തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ആത്മഹത്യയെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ അമ്മ കട്ടിലിൽ മരിച്ചു കിടക്കുന്നതായാണ് കണ്ടെത്തിയത്. അമ്മയുടെ മൃതദേഹത്തിന് മുകളിൽ വെള്ള തുണി വിരിച്ച് പൂക്കൾ വെച്ചിരുന്നു. അമ്മയും സഹോദരിയും മനീഷിനൊപ്പം താമസിക്കാൻ എത്തിയിട്ട് കുറച്ചു നാളെ ആയുള്ളൂ. 2011 ബാച്ച് IRS ഉദ്യോഗസ്ഥനാണ് മനീഷ്. അടുത്ത കാലത്താണ് കൊച്ചിയിലെത്തിയത്.